ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു ദിവസം അവൻ എങ്ങനെ തുടങ്ങണം, ആ ഒരു ദിവസത്തിൻ്റെ അവൻ്റെ അവസാനം എങ്ങനെയായിരിക്കണം, ഇത് രണ്ടും വളരെ കൃത്യമായി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നത് പോലെ നേരം വെളുക്കുമ്പോൾ പുലരിയുടെ സന്ദർഭത്തിൽ ഫജ്റിൻ്റെ സമയത്ത് നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേൽക്കണം എന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അതേപോലെ തന്നെ രാത്രിയിൽ നമ്മൾ നമ്മുടെ ശയ്യയിലേക്ക്, കിടപ്പറയിലേക്ക് നമ്മൾ ഉറങ്ങാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ചൊല്ലേണ്ടതെല്ലാം ചൊല്ലി ആ ഒരു സമയത്ത് നമ്മൾ വലതുഭാഗം ചെരിഞ്ഞ് കിടന്ന് നമ്മുടെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ, ദുആകളുടെ കൂട്ടത്തിൽ അവിടെയും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത്. ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിനെ നാമം ഉച്ചരിച്ചുകൊണ്ട്, അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടും അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങാൻ, നമ്മൾ ഉറക്കമെന്ന മരണത്തിലേക്ക് നീങ്ങുകയാണ്. ബിസ്മിക്കല്ലാഹുമ്മ അഹ്യ വ അമൂത്ത്. അവിടെയും നമ്മൾ അത് ഉച്ചരിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി ഉറങ്ങേണ്ടതും. ഇനി എൻ്റെ ഒരു ചോദ്യം, നമ്മൾ ഇന്ന് പുലർന്നപ്പോൾ, ഇന്ന് നേരം വെളുത്തപ്പോൾ ഈ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടാണോ നമ്മൾ ഓരോരുത്തരും എഴുന്നേറ്റത്? ഈ ഒരു ചോദ്യത്തിനൊരു ഉത്തരമുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞു നിൽക്കണം. എൻ്റെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ നിർബന്ധമായും ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേൽക്കേണ്ടവനാണ്. പക്ഷേ വളരെ സങ്കടത്തോടു കൂടി ഒരു കാര്യം ഉണർത്തുകയാണ്. ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകളും നമ്മൾ ഉറങ്ങാൻ നേരത്ത് ആരെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത്, ആരെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ഉറങ്ങിയത്, അതേ ആളെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ഉറക്കമുണരുന്നത് എന്ന ഒരു സത്യം നമ്മൾ അറിയണം. ഞാൻ ഈ പറഞ്ഞ ഭാഷ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നമ്മൾ ജീവിക്കുന്നത് ഡിജിറ്റൽ ലോകത്താണ്. സോഷ്യൽ മീഡിയ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ മണിക്കൂറുകൾ, നമ്മളൊരു ശരാശരി നമ്മുടെ മണിക്കൂറുകൾ ഒന്ന് പരിശോധിക്കുക. നമ്മുടെ ഒരു ദിവസത്തെ മണിക്കൂറുകൾ ഉറക്കമല്ലാത്ത മറ്റു സമയം ഏറ്റവും കൂടുതൽ നമ്മൾ ചെലവഴിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളിൽ പലരും രാത്രിയിൽ നമ്മൾ കിടക്കാൻ നമ്മൾ ശയ്യയിൽ പോയി തലയിണയിൽ തലവെച്ച് കിടക്കുമ്പോൾ പോലും നമ്മളെ കൈവശമുള്ള മൊബൈൽ മേൽപോട്ട് വെച്ചുകൊണ്ട് നമ്മൾ പരമാവധി ആ സോഷ്യൽ മീഡിയയിലൂടെ സഞ്ചരിച്ച് അവസാനം കണ്ണും ശരീരവും തളർന്ന് നമ്മൾ ഉറങ്ങിപ്പോവുകയാണ്. എന്നാൽ നേരം വെളുത്ത് കണ്ണിമ തുറക്കുമ്പോൾ നമ്മൾ നമ്മുടെ തലയണയ്ക്ക് ചുവട്ടിൽ വെച്ച നമ്മുടെ ഫോൺ എടുത്തുകൊണ്ടാണ് നമ്മൾ നേരം വെളുക്കുമ്പോൾ ഉണരുന്നത്. ഇത് നിഷേധിക്കാൻ പലർക്കും സാധ്യമാവുകയില്ല എന്നെനിക്കുറപ്പാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതുണ്ട്. ഒരു വിശ്വാസി എങ്ങനെയാകണം, അവൻ്റെ ഉണർച്ച എങ്ങനെയാകണം, അവൻ ഉണരേണ്ടത് എങ്ങനെയാകണം, അവൻ ഉറങ്ങേണ്ടത് എങ്ങനെയാകണം എന്ന് വളരെ കൃത്യമായി
നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയ അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. ഞാൻ ഈ വിഷയം ഇപ്പോൾ പറയാനുള്ള ഒരു പ്രധാന കാരണം, ഞാൻ യാത്രയിൽ കോഴിക്കോട്ട് നിന്ന് യാത്ര ചെയ്തപ്പോൾ എൻ്റെ ആ ഭാഗത്തിരുന്ന ഒരു 15ഓളം ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്ന് രാവിലെ ഞാൻ കാണുന്ന കാഴ്ച, ഈ കുട്ടികൾ ഒന്നിച്ചിരുന്ന് അവർ ഈ സോഷ്യൽ മീഡിയയിൽ മംഗലാപുരം വരെയും സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കളിക്കുകയായിരുന്നു. 4 മണിക്കൂറോളം ആ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് അവർ കളിക്കുന്നു, ചിരിക്കുന്നു, ഗെയിം എന്ന് വേണ്ട 4 മണിക്കൂർ വിലപ്പെട്ട സമയം ചെലവഴിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ നെഞ്ചകം പൊട്ടി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ട്രെയിനിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ കരുതി, ഡിജിറ്റൽ ലോകത്തെ അവസ്ഥയെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് മനസ്സിലാക്കിയിട്ടാ ഞാൻ ഈ വിഷയം സൂചിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴും അയൽപ്പക്കത്തെ ബന്ധത്തെക്കുറിച്ച് പറയാറുണ്ട്. നമ്മൾക്കിന്ന് അയൽപ്പക്ക ബന്ധമില്ല, നമ്മൾക്ക് ആരുമായും പ്രത്യേകിച്ചൊരു ബന്ധവുമില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ടെങ്കിലും ദയനീയമെന്ന് പറയട്ടെ, നമ്മുടെ വീട്ടിനകത്തളത്തുള്ള നമ്മുടെ മക്കളെ കുറിച്ച് പോലും നമ്മൾക്കൊരു വിവരവും ഇന്നില്ല. തൊട്ടടുത്ത റൂമിൽ നിൽക്കുന്ന തൻ്റെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരുടെ സ്ഥിതി എന്ത് എന്ന് നമ്മൾക്കറിയില്ല, ഒരു ബാപ്പക്കറിയില്ല, ഒരു ഉമ്മക്കറിയില്ല. അവരുടെ ഡോർ ലോക്ക് ചെയ്യുന്നു, അവർ അകത്തിരിക്കുന്നു, അവർ ഏതെല്ലാം മേഖലകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മൾക്കറിയില്ല. കഴിഞ്ഞ ആഴ്ചയിൽ 22 വയസ്സ് പ്രായമായ അതിഭയങ്കരനായ ഒരു കലാകാരൻ, ഒരു കുട്ടി രാത്രി 9 മണി, കൃത്യം 9 മണിക്ക് ആത്മഹത്യ ചെയ്യുകയാണ്. ആത്മഹത്യ ചെയ്യുന്നു ആ കുട്ടി, ആ കലാകാരനായ കുട്ടി. ആത്മഹത്യക്കൊരുങ്ങുന്നതിന്റെ 10 മിനിറ്റ് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു, ഈ ലോകം എന്റേതല്ല, ഞാൻ ഇനി മറ്റൊരു ലോകത്തേക്ക് പോവുകയാണ്. ഒരു പക്ഷേ ഈ വിഷയത്തിൽ സങ്കടപ്പെടുന്നവരോ ദുഃഖിക്കുന്നവരോ ഉണ്ടായേക്കാം. ആ 22കാരൻ പോസ്റ്റ് ചെയ്യുകയാണ്, വീണ്ടും നമുക്ക് അവിടെ വെച്ച് കാണാം. ഞാൻ ഏകദേശം 10 കൊല്ലമായി തീരുമാനിച്ചതാണ് ഈ ഒരു അന്ത്യം എന്ന് കുറിപ്പെഴുതുകയാണ്. വീട്ടിലുള്ള ആളുകൾ അറിഞ്ഞില്ല. ഈ 22കാരൻ ആത്മഹത്യ ചെയ്തത് വീട്ടിലുള്ള ഉമ്മയോ ഉപ്പയോ ആരും അറിഞ്ഞില്ല. കൃത്യം 9 മണിക്ക് ഈ കുട്ടി ആത്മഹത്യ ചെയ്യുന്നു. നേരം വെളുത്തപ്പോ 22,000 ഫോളോവേഴ്സാ ഇവന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടത്. ലക്ഷദ്വീപിൽ നിന്ന് പോലും ഇവന്റെ മരണ വാർത്ത അറിഞ്ഞ് നാട്ടിലെത്തി. ഞാൻ സൂചിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയ അതിവിദൂരം സഞ്ചരിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിലാണ് ജീവിക്കുന്നത്. നമ്മുടെ മരണം പോലും ഇന്ന് നമ്മളോട് വിളിച്ചു പറയുന്നത് ഇൻസ്റ്റാഗ്രാമോ, അതല്ലെങ്കിൽ ട്വിറ്ററോ, അതുമല്ലെങ്കിൽ ഫേസ്ബുക്കോ, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധേനയുള്ള സോഷ്യൽ മീഡിയകളാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ അറിയണം, നമ്മൾ അത്രമാത്രം നമ്മൾ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിലാണ്. മിനിഞ്ഞാന്ന് മലപ്പുറത്ത് 17 വയസ്സുകാരനായ ഒരു കുട്ടി, അവന്റെ അമിതമായ ഫോൺ ഉപയോഗം കൊണ്ട് ഉമ്മ പറഞ്ഞു, മോനെ നീ ഒന്ന് കുറയ്ക്കണം. എന്നിട്ട് ഉമ്മ അവന്റെ ഫോൺ വാങ്ങി വെച്ചു. ഫോൺ വാങ്ങി വെച്ച് കറക്റ്റ് അടുത്ത 5ാമത്തെ മണിക്കൂറിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നു. ഉമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോ ഉമ്മ പുറത്തുപോയ സമയം നോക്കി. ഈ ഒരു സങ്കടം കൊണ്ട് 5 മണിക്കൂർ പോലും ഫോണില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടേക്കാ പോകുന്നത്? എന്തുമാത്രം സങ്കടകരമാണ് നമ്മുടെ അവസ്ഥ എന്നറിയണം. ദീൻ പഠിക്കുന്ന മതബോധമുള്ള കുടുംബത്തിൽപ്പെട്ട കുട്ടികൾ പോലും
ഈ ഒരവസ്ഥയിലേക്ക് കൂപ്പുകുത്തുമ്പോ എനിക്കും നിങ്ങൾക്കും ഉത്തരവാദിത്തങ്ങളില്ലേ? നമുക്ക് ഈ മേഖലയിൽ വളരെ കൃത്യമായ ദഅവത്ത് നടത്തേണ്ടതില്ലേ? നമ്മൾ അറിയണം എവിടേക്കാണ് നമ്മുടെ കുട്ടികൾ പോകുന്നത്. ഒരു കാലത്ത് ഏതെങ്കിലും വിധത്തിൽ ഒരു വിഷയം അറിയിക്കണമെങ്കിൽ ദിവസങ്ങളോളം എടുക്കുമായിരുന്നു. അതുമല്ലെങ്കിൽ ജാഹിലിയ കാലഘട്ടങ്ങളിലൊക്കെ ചരിത്രം പറയുന്നുണ്ട്, ചന്തകളിൽ നിന്നായിരുന്നു അത്രേ ആ നാട്ടിലെ പ്രശ്നങ്ങൾ അറിഞ്ഞിരുന്നത്. കവിതകളിലൂടെ, പാട്ടുകളിലൂടെയൊക്കെ ആയിരുന്നു അറിഞ്ഞിരുന്നത്. ഇന്ന് നിമിഷ നേരം കൊണ്ട് എല്ലാ വിഷയങ്ങളും എത്രയും പെട്ടെന്ന് അറിയാനും അറിയിക്കാനുമുള്ള ഒരു സാധ്യത ഇന്ന് ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മെക്കുറിച്ച് നമ്മൾ അറിയണം, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം. പരിശുദ്ധ ഖുർആൻ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പച്ചയായി പറഞ്ഞിട്ടില്ലെങ്കിലും പല വിവരങ്ങളും നമ്മൾക്ക് നൽകുന്നുണ്ട്. വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് പ്രസരിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളങ്ങ് പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു രീതി നമ്മൾക്കുണ്ട്. ഇത് സത്യമാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, ഇതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്ന് നമ്മൾ അറിയുന്നില്ല. അത് മുഖേന കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുന്നു, സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. സോഷ്യൽ മീഡിയ എന്നത് നല്ല ഒരു സംഗതിയാണെങ്കിലും അത് ദുരുപയോഗം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹുജറാത്തിൽ അക്കാര്യം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ഒരു വാർത്ത കേട്ടാൽ അത് ഫതബയ്യനു, അത് നിങ്ങൾ വളരെ വ്യക്തമായി പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ആരാണ് ഈ വാർത്ത പറഞ്ഞത്, അവനെക്കുറിച്ച് പറയണം, അവനെക്കുറിച്ച് മനസ്സിലാക്കണം. അതിനുശേഷമേ ഫോർവേഡ് ചെയ്യാവൂ എന്ന ഒരു ചെറിയ ബുദ്ധിയെങ്കിലും നമ്മൾക്കുണ്ടാകണം. നമ്മളതൊന്നും ചിന്തിക്കാറില്ല. ഒരു വാർത്ത കേട്ടാൽ അതപ്പാടെ തന്നെ പെട്ടെന്നങ്ങ് കുടുംബ ഗ്രൂപ്പുകളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കുമൊക്കെ ഞാനാകണം ഒന്നാമൻ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഫോർവേഡ് ചെയ്യുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു ചരിത്രം സൂറത്ത് ഖസസിൽ 15-ാം സൂക്തം മുതൽ പറയുന്നുണ്ട്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഫിറഔനിന്റെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. അങ്ങനെ പട്ടണത്തിൽ പോയപ്പോൾ അവിടെ രണ്ടാളുകൾ തമ്മിൽ അടിപിടി കൂടുന്നത് കാണുകയാണ്. അതിൽ ഒരാൾ മൂസാ നബിയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, മറ്റേ ആള് ശത്രുപക്ഷത്തുള്ള ആളാണ്. മൂസാ നബിയുടെ കുടുംബത്തിൽപ്പെട്ട ആള് പെട്ടെന്ന് തന്നെ മൂസാ നബിയോട് പറഞ്ഞു, എന്നെ ഒന്ന് സഹായിക്കണം, എന്നെ ഒന്ന് സഹായിക്കണം. ഒന്നും നോക്കിയില്ല, അരോഗതിടഗാത്രനായ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങ് ഇറങ്ങിച്ചെന്ന് ഖുർആൻ പറഞ്ഞു ഒരു കുത്തു വെച്ചു കൊടുത്തു. എന്നിട്ട് കഥ കഴിഞ്ഞു, ആ വ്യക്തി മരിക്കുക. ഉടനെ തന്നെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ബോധ്യം വരികയാ. എന്നിട്ട് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം കാല ഹാദാ മിൻ അമലി ശൈത്വാൻ, ഹാദാ മിൻ അമലി ശൈത്വാൻ, ഇത് പിശാച് പറ്റിച്ചതാണ്. ബോധ്യം വരുന്നു. മാത്രോ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, പൊറുക്കലിനെ തേടി. ഫസ്തഗ്ഫറ ലഹു, അല്ലാഹു തആല അദ്ദേഹത്തിന് പൊറുത്തു കൊടുത്തു എന്ന് സൂറത്ത് ഖസസ് മറിച്ചു നോക്കിയാൽ നമുക്ക് കാണാം. ഇവിടെ നമ്മൾക്കൊരു പാഠമുണ്ട്. മൂസാ നബി പിന്നീട് വിശദീകരിക്കുന്നുണ്ട്, ഞാൻ ഇത് തെറ്റുപറ്റിപ്പോയതാണ്, ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയതാണ്. നമ്മളും ആലോചിക്കണം. ഒരു വിഷയം കേൾക്കുമ്പോൾ, എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ അറിയുന്നില്ല, വസ്തുതകൾ നമ്മൾ അറിയുന്നില്ല. ഇതൊക്കെ ഈ രൂപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സോഷ്യൽ മീഡിയ അത് ഉപയോഗിക്കേണ്ട വിധം അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നില്ല എന്നതാ. എന്തിനാ ഈ സോഷ്യൽ മീഡിയ? ഒരു കാര്യം മറ്റൊരാളെ അറിയിക്കാനാണ്, അതല്ലെങ്കിൽ അഭിപ്രായം പറയാനാണ്, അതല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ബിസിനസ് മറ്റ് സംഭവങ്ങളൊക്കെ നമ്മൾക്ക് പൂർത്തിയാക്കാനാണ്. ഇതെന്ത് ചെയ്താലും, ഏത് തരത്തിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുപോയാലും അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതെനിക്ക് എൻ്റെ പരലോകം നഷ്ടപ്പെടുവോ ഇല്ലേ? നമ്മൾ
സോഷ്യൽ മീഡിയ രംഗത്ത് മാത്രമല്ല, എല്ലാ രംഗത്തും നമ്മൾ ഏറ്റവും ഉയർന്നു നിൽക്കുന്നുണ്ട്. പക്ഷേ വ്യക്തിപരമായി, ഇൻഡിവിജ്വലായി ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്, ഞാൻ ഈ ചെയ്തു കൂട്ടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതെനിക്ക് എൻ്റെ പരലോകം സുരക്ഷിതമാണോ? അല്ലേ? സുരക്ഷിതമല്ലെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതെനിക്ക് വേണ്ട, അതല്ലെങ്കിൽ ഇത് ഞാൻ ഉപയോഗിക്കുന്നിടത്ത് വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കണം എന്ന് ഞാനും നിങ്ങളും സ്വയം നമ്മൾ ചിന്തിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മൾ പറയുന്ന, നമ്മൾ എഴുതുന്ന, നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന ഏത് വിഷയവും വളരെ കൃത്യമായി എഴുതി രേഖപ്പെടുത്താൻ ആളുകളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നതൊരു വസ്തുതയല്ലേ? മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഇതിലെവിടെയാ സംശയമുള്ളത്? ആർക്കാ സംശയമുള്ളത്? നമ്മൾ എന്തൊരു വാക്ക് പറഞ്ഞാലും, അതെന്തൊന്ന് ചെയ്താലും അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കാൻ ഉത്തരവാദപ്പെട്ടവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന ബോധ്യം നമ്മളിലേക്ക്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കയറണം. ഇന്നത്തെ കുട്ടികൾക്കോ അതല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ഇത്തരത്തിലുള്ള ചിന്തകൾ, മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച്, എന്താണ് മാനുഷിക മൂല്യങ്ങൾ എന്നോ, എന്താണ് പരലോകമെന്നോ, എന്താണ് അവിടെ വരാനിരിക്കുന്ന സ്ഥിതിഗതി എന്തോ, അതൊന്നും ഇന്നത്തെ ജനറേഷൻ അറിയില്ല. അതിനാരാ ഉത്തരവാദി? നമ്മളല്ലേ? ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിന് അതിൽ ഉത്തരവാദിത്തമുണ്ട്. കൃത്യമായി നമ്മൾ ഇത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തിയില്ലേ? നിഅമതാനി മഖ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. രണ്ടേ രണ്ട് അനുഗ്രഹങ്ങൾ. ഈ അനുഗ്രഹങ്ങളെ തൊട്ട് മഖ്ബൂനുൻ ഫീഹിമാ കസീറും മിനന്നാസ്, അധിക പേരും അധികം ആളുകളും ഈ അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അശ്രദ്ധരാണ്. ഒന്ന് അസ്വിഹ, ആരോഗ്യമാണ്. രണ്ട് അൽ ഫറാഗ്, ഒഴിവ് സമയങ്ങളാണ്. നമുക്ക് എന്തൊന്നു പറഞ്ഞാലും ഒറ്റ വാക്കിൽ മറുപടി എനിക്ക് സമയമില്ല എന്നാണ്. ഒരു മീറ്റിംഗ് പറഞ്ഞാൽ സമയമില്ല, ഒരു പ്രഭാഷണമുണ്ടെന്ന് പറഞ്ഞാൽ സമയമില്ല. അങ്ങനെ ഏതേത് കാര്യങ്ങൾ പറഞ്ഞാലും ആർക്കും സമയമില്ല. എവിടെ പോയി സമയം? നമ്മൾ അത് ഉപയോഗപ്പെടുന്നിടത്ത്, അത് യൂട്ടിലൈസ് ചെയ്യുന്നിടത്ത് നമ്മൾക്ക് പറ്റുന്ന പരാജയമാണ്. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഇതിന് കൃത്യമായി ഞാനും നിങ്ങളും ഉത്തരം പറയേണ്ടി വരും. ഒരടി മുന്നോട്ട് വെക്കാൻ, ഒരു കാൽപാദം മുന്നോട്ട് ചലിപ്പിക്കാൻ കഴിയാത്ത വിധം ചോദ്യങ്ങൾ ചോദിച്ച് അതിന് കൃത്യമായി ഉത്തരം പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തിയതാണ്. ഈ വിഷയത്തെക്കുറിച്ച് വളരെ കൃത്യമായി നമ്മൾ അറിയണം. അള്ളാഹു നമ്മൾക്ക് ഒരുപാട് എണ്ണിയാൽ തീരാത്തത്ര നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്. മനുഷ്യൻ അവൻ കൈകൾ കൊടുത്തത് അതിന് കൃത്യമായ, അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതേപോലെ തന്നെ നാവിന് അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട്, കണ്ണിന് അതിൻ്റെതായതുണ്ട്, ചെവിക്ക് അതിൻ്റെതായതുണ്ട്, കൈകാലുകൾ, അതിനൊക്കെ കൃത്യമായും അത് നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. അതേ അള്ളാഹു ഇഷ്ടപ്പെടാത്ത, അവൻ വെറുക്കുന്ന വഴിയിലൂടെയാണ് ഞാനും നിങ്ങളും അത് ചെലവഴിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ അള്ളാഹുവിനോട് സമാധാനം പറഞ്ഞേ മതിയാകും. അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് നൽകിയ ഏതേത് അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ആ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി ബോധവാന്മാരാവുകയും നമ്മൾ ഏത് ലോകത്ത് ജീവിച്ചാലും പരലോകം നഷ്ടപ്പെടാത്ത വിധം നമ്മൾ ജീവിക്കാൻ തയ്യാറാകുക എന്ന് മാത്രമല്ല, ഖൂ അൻഫുസക്കും, നിങ്ങൾ മാത്രമല്ല, വഅഹ്ലീകും നാറ, നരകത്തെ തൊട്ട് മക്കളെ നോക്കണം, കുടുംബത്തെ മൊത്തം നോക്കണം. ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ മക്കൾ എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിലുണ്ടോ? നമ്മുടെ റൂമിലുണ്ടോ? ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായി ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നാളെ
വിരൽ കടിക്കേണ്ട അതിദയനീയമായ ഒരവസ്ഥയെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ കൃത്യമായി അനുസരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാനു വൽ അഖ്വാത്ത് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. സൂചിപ്പിച്ചതുപോലെ നാം പറയുന്ന വാക്കുകൾ, നാം എഴുതുന്നത് എല്ലാം അള്ളാഹു കൃത്യമായും നിരീക്ഷകന്മാരെ ഏർപ്പെടുത്തി അതെല്ലാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ ഫൽയഖുൽ ഖൈറൻ, അവർ നല്ലത് പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മൗനിയാവട്ടെ. നമുക്ക് ചെയ്യാൻ പറ്റുന്നതാ നല്ലത് പറയുകയും നല്ല വിഷയങ്ങളിൽ ഇടപെടുകയും നല്ല കാര്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയും ചെയ്താൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ ബർക്കത്ത് നമ്മളിൽ ഉണ്ടാകും എന്നതാണ്. മരണം വളരെ അടുത്തുണ്ട്. ഈ കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. നാളെ ചെയ്യാം എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അടുത്ത ആഴ്ച തുടങ്ങാം എന്ന് കരുതരുത്. ഏതു സമയവും മരിക്കേണ്ടവരാണ് നമ്മൾ. ഇന്ന് കണ്ടവരെ നമ്മൾ നാളെ കാണുന്നില്ല. അതുകൊണ്ട് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ്, പരിശുദ്ധ ഖുർആൻ, നമ്മുടെ കാതും നമ്മുടെ കണ്ണും നമ്മുടെ ഹൃദയവും എല്ലാം കുല്ലുൻ ഉലൈക കാന മസ്ഊല, എല്ലാം ചോദ്യം ചെയ്യപ്പെടും. വളരെ കൃത്യമാണത്. ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധമാണ് ഖുർആൻ ഈ കാര്യങ്ങളൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, നേരം വെളുത്താൽ നിങ്ങൾ വൈകുന്നേരത്തെ കാക്കണ്ട. വൈനസ്ബഹത, നേരം വെളുത്താൽ ഫലാ തന്തദിരിൽ മസാ, വൈകുന്നേരത്തെ പ്രതീക്ഷിക്കരുത്. വൈകുന്നേരമായാലോ നിങ്ങൾ വീണ്ടും ഒരു പുലരിയെ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അതിനിടയിൽ ഏത് സമയം നമുക്ക് മരണം, അതുറപ്പാ, ഒരു സംശയമില്ലാത്ത കാര്യം അത് മാത്രമേ ഉള്ളൂ. ഏതാ മരണം? ഞെട്ടിപ്പിക്കുന്ന മരണം. ചെറുപ്പക്കാർ, 40-ൻ്റെയും 30-ൻ്റെയും ഇടയിലുള്ളവർ ഇല്ലേ, വല്ലാത്ത വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുക. ഏത് സമയവും നമ്മളും തിരിച്ചു പോകേണ്ടവരാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ നിഅമത്ത് ഏതാണെങ്കിലും അത് ഉപയോഗിക്കുമ്പോൾ അള്ളാഹു നമ്മൾക്കൊക്കെ വ്യത്യസ്തമായ അനുഗ്രഹങ്ങളാണ് നൽകിയത്. ചിലർക്ക് സംസാരിക്കാൻ കഴിയും, ചിലർക്ക് എഴുതാൻ കഴിയും, അതുപോലെ പല കഴിവുകളും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പരലോകം കിട്ടണം, ആഖിറത്ത് രക്ഷ നൽകുന്നതാകണം. അതല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. ഓരോ സമയവും നമ്മുടെ വിഷയങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കാണണം. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പലവിധ പ്രശ്നങ്ങളുമുണ്ട് ഓരോരുത്തർക്കും. ജോലി പ്രശ്നമുണ്ട്. പലരും വിദേശത്ത് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയച്ചിട്ടുണ്ട്, പക്ഷേ വേണ്ട രൂപത്തിലൊന്നും എത്തുന്നില്ല. ആ നിലക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് അള്ളാഹു രക്ഷയും സമാധാനവും ആഗ്രഹവും പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അതേപോലെ തന്നെ രോഗികളായി കിടക്കുന്നവർ വീടുകളിലും ആശുപത്രികളിലും, പള്ളികൾ വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പള്ളിയിൽ വരാൻ കഴിയുന്നില്ല. വന്നിരിക്കുന്നവർ തന്നെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് പള്ളിയിൽ ഇരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ അറിയണം. എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. രോഗികളായി കിടക്കുന്ന എല്ലാവർക്കും അല്ലാഹു തആല ശമനം നൽകുമാറാവട്ടെ, ശിഫ നൽകുമാറാവട്ടെ. വേണ്ടപ്പെട്ട പലരും നമ്മോട് വിട പറഞ്ഞു പോയി, പലരും മരിച്ചുപോയി. മാതാപിതാക്കൾ,
ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ പലരും, സഹോദരി സഹോദരന്മാർ, സ്നേഹിതന്മാർ, അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും അവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين. اللهم مقلب القلوب ثبت قلوبنا على دينك. اللهم مصرف القلوب صرف قلوبنا على طاعتك. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.